നമ്മുടെ പ്രേമഭാജനങ്ങൾ 1 കൊരിന്ത്യർ ലേഖനം 6:12 മുതൽ 20 വരെ. ചിന്തയ്ക്കായിട്ട് 17-ാം വാക്യം. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവ് ആകുന്നു. ഒരിക്കൽ ഒരു യുവാവ് തൻ്റെ കാമുകയെടുത്ത് ഒരു ഉല്ലാസയാത്രയ്ക്കായി പുറപ്പെട്ടു. അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്നുണ്ട്. പുറപ്പെടുവാനുള്ള സമയവുമായി. യുവാവ് ടിക്കറ്റ് വാങ്ങാൻ പോയി. കാമുകി വണ്ടിയിൽ കയറി. യുവാവ് ടിക്കറ്റുമായി ഓടിയെത്തിയപ്പോഴേക്കും വണ്ടി നീങ്ങിക്കഴിഞ്ഞു. എല്ലാ കമ്പാർട്ട്മെൻറ്റുകളുടെയും വാതിലടച്ചിരുന്നുകൊണ്ട് എങ്ങും കയറി പറ്റുവാൻ കഴിയുന്നില്ല. അയാൾ പരിഭ്രാന്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അവസാനം എവിടെയോ പിടിച്ച് തൂങ്ങി നിന്നു. വണ്ടിയുടെ വേഗം കൂടി. നല്ല മഴയും കാറ്റുമുണ്ട്. യുവാവിൻ്റെ ദേഹം തണുത്ത് വിറച്ചു. തൻ്റെ കൂട്ടുകാരി എവിടെയാണാവോ കയറിയിരിക്കുന്നത്? ഈ മനുഷ്യനെ അടുത്ത വണ്ടിയിൽ കയറിപ്പോയാൽ പോരായിരുന്നോ? ഈ സാഹസിക യാത്ര എന്തിന് എന്ന് ആ വണ്ടിയിലുണ്ടായിരുന്നവർ ചോദിച്ചു. പക്ഷേ അയാളുടെ പ്രാണസഖി വണ്ടിയിലുണ്ടെന്നുള്ളത് അവർ അറിഞ്ഞില്ല. അവൾക്ക് വേണ്ടി ജീവൻ പോലും ഉപേക്ഷിക്കുവാൻ ആ യുവാവ് സന്നദ്ധനായിരുന്നു. ഇതുപോലെയുള്ള സാഹസിക യാത്ര ചെയ്യുന്ന അനവധി ആളുകളുണ്ട്. അവർക്കും വിട്ടുപിരിയുവാൻ മനസ്സ് വരാത്ത പല കാമുകിമാരും ഉണ്ടായിരിക്കും. ചിലരുടെ പ്രാണസഖി പണമായിരിക്കും. അത് സമ്പാദിക്കുവാൻ വേണ്ടി എന്ത് സാഹസിക മാർഗവും സ്വീകരിക്കാൻ മടിക്കുകയുമില്ല. ധനത്തേക്കാൾ വലുത് അവർക്ക് മറ്റൊന്നുമില്ല. പണം സമ്പാദിക്കാനുള്ള വ്യഗ്രതയിൽ ചിലർ മക്കളെ കൂടി മറക്കുന്നു. കുട്ടികളുടെ ശിക്ഷണ കാര്യത്തിൽ പിതാവിനുള്ള പങ്ക് വഹിക്കുവാൻ പലർക്കും സമയമില്ല. ശിക്ഷണരഹിതരായ പുതിയ തലമുറയുടെ ആവിർഭാവത്തിന് ആരാണ് ഉത്തരവാദികൾ എന്ന് കണ്ടുപിടിക്കുന്നതിന് വലിയ ഗവേഷണമൊന്നും ആവശ്യമില്ല. പണസമ്പാദനത്തിന് വേണ്ടി എന്ത് കുൽസിത മാർഗവും സ്വീകരിക്കുവാൻ മനുഷ്യൻ തയ്യാറാകുന്നു. ധനമോഹത്തിൽ എന്ന പോലെ തന്നെ രതിമോഹത്തിനും പലരും ആകൃഷ്ടരാണ്. അധികാര മോഹമാണ് മറ്റൊന്ന്. ഇന്ന് നമ്മുടെ രാഷ്ട്രീയ രംഗത്തും സാമുദായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം അധികാര കസേര കളിയാണ് നടക്കുന്നത്. അധികാരത്തിലിരിക്കുന്നവർ എന്തു വന്നാലും തങ്ങളുടെ കസേര വിട്ടുകൊടുക്കാതിരിക്കുവാൻ ശ്രമിക്കുന്നു. പുറത്തു നിൽക്കുന്നവർ എങ്ങനെയെങ്കിലും അകത്ത് കടന്ന് കസേര കൈവശപ്പെടുത്തുവാനും അതിനെ സാഹസികമായി യത്നിക്കുന്നു. നമ്മുടെ മത സാംസ്കാരിക രംഗങ്ങളിൽ പോലും ലൗകികമായ സ്ഥാന വലിപ്പങ്ങളോടുള്ള അനുരാഗം ദൃശ്യമാണ്. ആത്മീയ അധികാരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അധികാരം പോലും ലൗകികമായ ഉന്നത സ്ഥാനമാനങ്ങളിൽ ഊന്നിയിരിക്കുന്നു. ഉന്നത സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലിനിടയ്ക്ക് പലരും തങ്ങൾക്ക് നിറവേറ്റുവാനുള്ള ദൗത്യം മറന്നുകളയും. ഇങ്ങനെയുള്ള അനേകം പ്രേമഭാജനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒന്നിനോടുള്ള പ്രേമത്തിൻ്റെ ഒരംശമെങ്കിലും ദൈവത്തോടുണ്ടായിരുന്നെങ്കിൽ ജീവിതം എത്ര ധന്യമായി തീർന്നേനെ. പ്രാപഞ്ചിക സുഖങ്ങളെ അതിസാഹസികമായി പിന്തുടരുന്ന നമുക്ക് അവയോടുള്ള സ്നേഹത്തിൻ്റെ അണു മാത്രം ദൈവത്തോടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകുമായിരുന്നു. ഓർക്കണമേ, രാസവസ്തുക്കൾ കൊണ്ട് മനസ്സിന് ഉന്മേഷം പകരാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് പ്രാർത്ഥനയിലൂടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തി ജീവിക്കുന്നതാണ്. റോമാലേഖനം 8:9. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസ്.